അപ്പൊ ഏതൊരു ആളെയും പോലെ തന്റെ അടുത്ത് വരുന്ന ഏതൊരാളെയും സ്വീകരിക്കുന്ന ആ രീതിയിൽ മഹാനന്ദ സ്വീകരിച്ചു. ഈ കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്ക് 2-3 ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം തരണം. അപ്പൊ അവർക്ക് സന്തോഷമായി. കാരണം വലിയ സമ്പന്നനാണ്, കയ്യിൽ ഇഷ്ടം പോലെ ധനമുണ്ട്, ചോദിക്കുന്ന അത്രയും ധനം തരും. അപ്പോഴാണ് ഈ ധനികന്റെ കയ്യിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഒരു രത്നം പതിപ്പിച്ച ഒരു ആഭരണം കണ്ടു എന്നാണ്. ഒരു വള പോലെ കയ്യിലിട്ടിരിക്കണ, അത് മുഴുവൻ രത്നങ്ങൾ പതിപ്പിച്ചതാണ്, അമൂല്യമായതാണ്. അപ്പൊ അവർക്ക് ഒരാഗ്രഹം തോന്നി, ഈ രത്നം പതിപ്പിച്ച ഈ ആഭരണം തനിക്ക് കിട്ടിയാൽ കൊള്ളാം. അപ്പൊ അത് ചോദിക്കുകയും ചെയ്തു. ഈ ധനികനോട്, ഈ കച്ചവടക്കാരനോട് ചോദിച്ചു, ഈ മഹാനന്ദ, ഈ ആഭരണം എനിക്ക് തരൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഇത്രയും കാലം നീ നേടിയ സമ്പത്ത് മുഴുവൻ കൂട്ടിയാലും ഇത് വാങ്ങാൻ പറ്റില്ല, അത്ര വിലപിടിപ്പായ ഉള്ള ഒന്നാണ്. അപ്പൊ നിന്നെ കൊണ്ട് ഇത് എങ്ങനെ വാങ്ങാൻ പറ്റും? അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു, ഞങ്ങളൊരിക്കലും, ഈ പുംശലികളായിട്ടുള്ള ഞങ്ങളൊരിക്കലും ഒന്നും വില കൊടുത്തു വാങ്ങാറില്ല. മറ്റുള്ളവരിൽ നിന്നും സമ്മാനമായിട്ടേ ഏതും ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ. ഞാൻ അങ്ങക്ക് ഒരു വാക്ക് തരാം, ഇനിയുള്ള അങ്ങ് ഇവിടെ ഉള്ള അത്രയും ദിവസം, ഇപ്പൊ 3 ദിവസമാണ് എൻ്റെ ഒപ്പം ഉള്ളതെങ്കിൽ ഞാൻ അങ്ങയുടെ മാത്രം ഭാര്യയായിട്ട് ജീവിക്കാം. വേറെ ഒരു ആളെയും മറ്റു ഒരു പുരുഷനെയും ഞാൻ ഈ ദിവസങ്ങളിൽ സ്വീകരിക്കില്ല. അങ്ങയ്ക്ക് മാത്രം പത്നിയായി അങ്ങയെ പരിചരിച്ചുകൊണ്ട് ഇരിക്കാം. അത് അദ്ദേഹം സമ്മതിച്ചു. ഈ ആഭരണം ഊരി കൊടുത്തു. എന്നിട്ട് തന്റെ കയ്യിൽ താൻ യാത്ര ചെയ്യുമ്പോൾ ധരിക്കുന്ന ഒരു രുദ്രാക്ഷം, അതുപോലെ ശിവപൂജ ചെയ്യുന്ന ശിവസാളഗ്രാമം അഥവാ ശിവലിംഗം, ഇതൊക്കെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനിത് പവിത്രമായി സൂക്ഷിക്കുന്നതാണ്, ഞാൻ മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു തരണം. അങ്ങനെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞു. 2 പകലും രാത്രിയും കഴിഞ്ഞു. 3-ാം ദിവസം രാത്രിയായി. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇദ്ദേഹം മടങ്ങിപ്പോവും. പക്ഷെ അന്ന് രാത്രിയിൽ ഈ ഗൃഹം, മഹാനന്ദയുടെ ഗൃഹത്തില് ഒരു നാടകശാല, ഒരു നൃത്തമണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലാണ് ഈ ധനികൻ കൊണ്ടുവന്ന, ഈ കച്ചവടക്കാരൻ കൊണ്ടുവന്ന ശിവലിംഗവും രുദ്രാക്ഷവും ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത്. ആ മണ്ഡപത്തിന് പെട്ടെന്ന് തീ പിടിച്ചു, അഗ്നിബാധയുണ്ടായി. അത് മുഴുവൻ കത്തിയമർന്നു പോവാണ്. വലിയ ശബ്ദം കേട്ടും ഒക്കെ എല്ലാവരും ഉണർന്നു. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഈ വൈശ്യന് സങ്കടമായി എന്നാണ്. കാരണം താൻ എന്നും പൂജിക്കാറുള്ള ആ ശിവലിംഗം അത് അഗ്നിബാധയേറ്റ് പൊട്ടിത്തെറിച്ചുപോയി. ആ രുദ്രാക്ഷവും അതുപോലെ തനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ തനിക്ക് താൻ പ്രാണന് തുല്യം കരുതിയിരുന്ന ആ ശിവലിംഗം തനിക്ക് നഷ്ടമായല്ലോ, രുദ്രാക്ഷം നഷ്ടമായല്ലോ എന്നിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ മഹാനന്ദയോട്, ഞാനിനി എന്റെ പ്രാണൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് പ്രവേശിച്ചു എന്ന്. അത്രയായപ്പോ ഇവർക്ക് സങ്കടമായി എന്നാണ്. തന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ. അപ്പൊ അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഈ വൈശ്യന്, ഈ കച്ചവടക്കാരന് കൊടുത്ത വാക്കാണ്, 3 ദിവസം നിങ്ങളുടെ മാത്രം ഭാര്യയായിരുന്നു കൊള്ളാം. അപ്പൊ ആ വ്യവസ്ഥ അനുസരിച്ച് ഞാൻ ഇപ്പോഴും അയാളുടെ പത്നിയാണ്. അദ്ദേഹം ഇപ്പോ അഗ്നിപ്രവേശം ചെയ്തു, ശരീരം ഉപേക്ഷിച്ചു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാനും ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് നിശ്ചയിച്ച് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആ അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങവെയാണ് പെട്ടെന്ന് ശ്രീപരമേശ്വരൻ അവിടെ വെച്ച് ദർശനം കൊടുക്കുകയാണ്. നിന്റെ ഭക്തിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ധർമ്മബോധത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്ന പ്രവൃത്തി എന്തു തന്നെയാണെങ്കിലും നിനക്ക് ആത്മാർത്ഥമായിട്ടുള്ള, കളങ്കമില്ലാത്ത അകൈതവമായ ഭക്തി നിനക്കുണ്ട് എന്നെനിക്ക് ബോധ്യമായി എന്നാണ്. അപ്പൊ ഈ ഗണികയുടെ, ഈ മഹാനന്ദയുടെ ഗൃഹത്തിൽ അവൾ വളർത്തിയിരുന്ന മൃഗങ്ങൾ, ഒരു കുരങ്ങനെ വളർത്തിയിരുന്നു, ഒരു
കോഴിയെ വളർത്തിയിടുന്നു. ആ മൃഗങ്ങൾ പോലും അടുത്ത ജന്മത്തിൽ എന്താണ് ഒരു രാജാവിന്റെ പുത്രനായിട്ട്, ഭദ്രസേനന്റെ പുത്രൻ സുധർമ്മൻ എന്ന പേരിലും ആ കൊട്ടാരത്തിലെ മന്ത്രിയുടെ പുത്രൻ താരകൻ എന്ന പേരിലും അവർ വന്നു ജനിച്ചു എന്നാണ്. പൂർവജന്മത്തിൽ മൃഗയോനിയിലാണ്, മൃഗമായിരുന്നതാണ്. എന്നാൽ ഒരു ശിവഭക്തയുടെ അടുത്ത് ജീവിച്ചു എന്ന കാരണം കൊണ്ട്, അവൾ ധരിപ്പിച്ച രുദ്രാക്ഷം ശരീരത്തിൽ അണിഞ്ഞു എന്ന ഒരു കാരണം കൊണ്ട്, അത്ര പോലും രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില കഥകൾ പറഞ്ഞു. അനേകം അത്തരത്തിലുള്ള കഥകൾ ഇവിടെ പറയാറുണ്ട് രുദ്രാക്ഷ മഹാത്മ്യത്തിന്റെ ഭാഗമായിട്ട്. മറ്റൊരു കഥ, പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. അതും ദേവീഭാഗവതത്തിലും ശിവപുരാണത്തിലും ഒക്കെ പറഞ്ഞു കാണുന്നതാണ്. ഗുണനിധി എന്ന ഒരു യുവാവ്, അച്ഛനമ്മമാർ ഈ ഗുണനിധിയെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനായിട്ട് ഗുരുസമീപത്ത് കൊണ്ടുചെന്നാക്കി. അപ്പൊ ഗുരുകുലത്തിൽ വസിച്ചുകൊണ്ട് ഗുരുനാഥന്റെ ഒപ്പം താമസിച്ച് വിദ്യ അഭ്യസിക്കുകയും വിദ്യ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന കാലമാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞു. അച്ഛനും അമ്മയും അവിടെ കൊണ്ടുചെന്നാക്കിയിട്ട് ഗൃഹത്തിലേക്ക് മടങ്ങി. ഈ ഗുരുവിനോടൊപ്പം വിദ്യ അഭ്യസിക്കുന്ന ഗുണനിധി ഏതാനും നാളുകൾക്ക് ശേഷം ഗുരുപത്നിയെ കാമിക്കാൻ തുടങ്ങിയെന്നാണ്. ഗുരുവിനെ പിതൃതുല്യനായി, ഈശ്വരതുല്യനായി കാണണം, ഗുരുപത്നിയെ മാതൃഭാവേന കാണണം എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ അതിന് വിപരീതമായിട്ട് ഈ തന്റെ ഗുരുപത്നിയെ കാമുകീഭാവത്തിൽ കാണാൻ തുടങ്ങി. ക്രമേണ ഈ ഗുരുപത്നിയും തന്റെ ശിഷ്യന് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒടുവിൽ അവരുടെ സ്വൈരവിഹാരത്തിന് ഗുരുനാഥൻ തടസ്സമാണ് എന്ന് അവർക്ക് തോന്നിയിട്ടാണ് ഈ ഗുരുനാഥന് കഴിക്കാൻ കൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് ആ ഗുരുവിനെ നിഗ്രഹിച്ചു എന്നാണ്. അപ്പൊ പിന്നെ ഈ ആശ്രമത്തിൽ, ഈ ഗുരുകുലത്തിൽ വേറെ ആരുമില്ല. ഗുരുപത്നിയുണ്ട്, ഈ ശിഷ്യനായിട്ടുള്ള ഗുണനിധിയുണ്ട്. ഏതാനും നാളുകൾ ആരും അറിയാതെ കഴിഞ്ഞു. അപ്പോഴാണ് ഗുരുനിധിയുടെ മാതാപിതാക്കൾ തന്റെ മകളെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഇവർക്ക് ഭയമായി. ചോദ്യം ചെയ്യപ്പെടില്ലേ, എവിടെയാണ് ഗുരുനാഥൻ, എന്തുപറ്റി? അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ ആയാൽ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഈ നടന്നതൊക്കെ, സംഭവങ്ങളൊക്കെ പുറത്തറിയും. അങ്ങനെ ഭയപ്പെടുന്ന ഗുണനിധി ഈ ഗുരുപത്നിയോട് പറഞ്ഞു, എന്താണ്, നമുക്ക് ആദ്യം ചെയ്ത അതേ കാര്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കാം. അല്ലെങ്കിൽ അച്ഛനമ്മമാര് വന്ന് അവരെ വേഗം സ്വീകരിച്ചിട്ട് അവർക്കും ഭക്ഷണം കൊടുത്തപ്പോൾ അതിലും വിഷം ചേർത്ത് കൊടുത്ത് അവരെ നിഗ്രഹിച്ചു. കാലം കഴിഞ്ഞു. ക്രമേണ ഈ ജനങ്ങളൊക്കെ അവർക്ക് സംശയമാവുന്നു. അങ്ങനെ അറിയാണ് ഈ ശിഷ്യനും ഈ ഗുരുപത്നിയും കൂടി ഇങ്ങനെയുള്ള ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തവരാണ്. അവരുടെ ജീവിതം അധാർമികമായ ജീവിതമാണ് അവർ നയിക്കണത് എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അവരെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. ഒടുവിൽ അവർക്ക് വനത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. കലാന്തരത്തിൽ പല പാപങ്ങളും ചെയ്ത്, ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഗുണനിധി വനത്തിൽ വെച്ച് മരിച്ചു വീഴുന്നതാണ്. അപ്പൊ അങ്ങനെ മരിച്ചു വീണു. വനത്തിൽ ആ മൃതശരീരം അവിടെ വീണ് കിടക്കണു. ആ ശരീരത്തിൽ നിന്ന് ജീവനെ യമലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമധർമ്മന്റെ കിങ്കരന്മാര് ആ ജീവനെ ശരീരത്തിൽ നിന്ന് അങ്കുഷ്ടപ്രമാണമാക്കി അങ്ങനെ വേർപെടുത്തുമ്പോഴാണ് ശിവഗണങ്ങൾ വന്ന് തടഞ്ഞു എന്നാണ്. കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ജീവനെ സംയമനീപുരിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർ ചോദിച്ചു, എന്താ കാരണം? ഇയാളുടെ പാപങ്ങളൊക്കെ പോയി കഴിഞ്ഞിരിക്കണു, ശുദ്ധമായി കഴിഞ്ഞിരിക്കണു. അപ്പൊ യമകിങ്കരന്മാര് പറഞ്ഞു, ഒരുപാട് പാപം ചെയ്തിട്ടുള്ള ആളാണ്, ഗുരുഹത്യ, മാതൃഹത്യ, പിതൃഹത്യ, അങ്ങനെ മഹാപാപങ്ങൾ ചെയ്ത
ഈ ജീവനെ നിങ്ങൾക്ക് എങ്ങനെ ശിവലോകത്തിൽ കൊണ്ടുപോകാൻ പറ്റും? അപ്പൊ ശിവഗണങ്ങൾ പറഞ്ഞു, എല്ലാ പാപങ്ങളും ഭസ്മമായി നശിച്ചു കഴിഞ്ഞു. ഏതൊരു കർമ്മം കൊണ്ടാണ്? അപ്പോഴാണ് അവര് ആ മുതശരീരം, ഗുണനിധിയുടെ മുതശരീരം കിടക്കുന്ന ആ ഭാഗത്ത് അവിടുത്തെ മണ്ണ് കുറച്ച് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മണ്ണ് മാറ്റുമ്പോഴാണ് അവിടെ ഉള്ള ഒരു രുദ്രാക്ഷം എന്നാണ്, രുദ്രാക്ഷമണി